ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മുഖ്യ പ്രഭാഷണമെന്നൊന്നും കേട്ടിട്ട് ആരും പേടിക്കേണ്ട. വലിയൊരു പ്രസംഗം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം പൊതുവെ നമ്മൾ ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാണ്. വീട്ടിൽ നിന്നാണ് വെച്ചാൽ അമ്മേൻ്റെ ഉപദേശം കൊണ്ട് നിവൃത്തിയില്ല, അച്ഛൻ്റെ ഉപദേശം കൊണ്ട് നിവൃത്തിയില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാലോ ടീച്ചർമാരുടെ ഉപദേശങ്ങൾ. ഇനി നാട്ടിലെവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാലോ അവിടെ ഓരോരുത്തരും കയറി ഉപദേശിക്കും. ഇത് കേട്ട് മടുത്ത് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുടെ ദീർഘമായ ഉപദേശം കൂടി കേൾക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും മുഷിയേണ്ട. ഒരു ഉപദേശവും ഇല്ല. അല്പം ചില ആശയങ്ങൾ പറയാം. നമ്മൾ ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംശയം ചോദിക്കാം. ഇന്നതേ ചോദിക്കാവുന്നില്ല, എന്തും ചോദിക്കാം. എന്ന വിഷയമേ പാടുള്ളൂ. സന്യാസിമാരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. എന്തും ചോദിക്കാം. നമ്മൾ ഒന്നാണെന്ന് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് എന്തും ചോദിക്കാം. പക്ഷെ എന്തിനും മറുപടി ഉണ്ടാവില്ല. ഉണ്ടാവുക അറിയണതാണെങ്കിലല്ലേ മറുപടി പറയാൻ പറ്റൂ. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയൂ. അല്ലാതെ എന്തിനും മറുപടി പറയാൻ പറ്റുമെന്നൊന്നും ആരും അഭിമാനിക്കാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും വിചാരമുണ്ടോ എനിക്കെല്ലാം അറിയാം? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കൊക്കെ നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്, വളരെ പരിമിതമാണ്. ആ പരിമിതമായ മേഖലയിലേ നമുക്കൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവമുണ്ട്. 1992 അപ്പോൾ 33 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ഒരു വേദാന്ത പരിപാടി നടക്കുക. അതിന് വളരെ പ്രസിദ്ധനായ, പേരൊന്നും പറയില്ല, വലിയ പ്രസിദ്ധനായൊരു വിദ്വാൻ, ഒരു പണ്ഡിതൻ പ്രഭാഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം പേര് കേൾക്കാനുണ്ട്. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു രസികനായൊരു കുമാരനുണ്ട്. കുമാരന് വയസ്സൊരു 85 ഉണ്ടാവും. സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ് അദ്ദേഹം. ഇപ്പം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്താ? നിങ്ങൾ എന്നാ മരിക്കുക? നമ്മളെ വേദാന്തിക്ക് മറുപടിയില്ല. ഉടനെ ചൂടായി. ഒരു ആളോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നറിയാത്ത സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ അങ്ങനെ ചോദിക്കാൻ ആരാ കാരണക്കാരൻ? അയാളല്ലേ. എന്ത് ചോദിച്ചാലും പറയാം. എന്ത് ചോദിച്ചാലൊന്നും മറുപടി ഇല്ല. അറിയുന്നതാണെങ്കിൽ പറയും. പക്ഷെ തുടക്കത്തിൽ ഒന്ന് പറയാനുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത്രയും മക്കളെ കണ്ടപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. പക്ഷെ ആ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ ചെറിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അതെന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതിൽ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപദ്രവം പോവാണ്ട് പറ്റില്ലല്ലോ. ഇനി ഞാൻ പോയില്ല വെച്ചാൽ വീട്ടിൽ കലഹവും മഹാഭാരതമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് പൊയ്ക്കളയാം. എന്തായാലും മുഷിഞ്ഞാലും ഇപ്പോൾ 2 മണിക്കൂറല്ലേ ഇരിക്കണ്ടു എന്ന് സ്വയം ശപിച്ചും അമ്മയെ ശപിച്ചും അച്ഛനെ ശപിച്ചും ഒക്കെ വന്നിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും. ഞാൻ ചോദിക്കണമെന്നില്ല, അങ്ങനെ ഉണ്ടാവും കുറച്ച് പേര് ഈ കൂട്ടത്തിൽ.
മറ്റൊരു വിഭാഗം അതല്ല, ഒന്ന് പോകണം, പോയി ഒന്ന് പങ്കെടുക്കണം, എന്തെങ്കിലുമൊക്കെ നല്ലത് അറിയാനുണ്ടാവും എന്ന് വിചാരിച്ച് വന്നവരും ഉണ്ടാവും. രണ്ടും സന്തോഷമാണ്. അതെങ്ങനെയാണ് രണ്ടും സന്തോഷമാവുന്നത്? ഒന്ന്, ഈ പ്രായത്തിൽ ഇവിടെ സംസാരിക്കുന്നവരൊക്കെ സന്യാസിമാർ ആണ് എല്ലാവരും. അപ്പോൾ സന്യാസിമാരുടെ വാക്കുകൾ കേൾക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വരിക എന്ന് പറഞ്ഞാൽ സന്തോഷം. രണ്ട്, അതിലേക്ക് മക്കളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക, അങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ രണ്ടായാലും സന്തോഷം. ആ സന്തോഷകരമായൊരവസരത്തിൽ നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഒന്നുകൂടി ചോദ്യം ചോദിക്കാം. ഇന്നത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? അതിന് ഒരു അവതാരിക വേണമെങ്കിൽ അതിന് പറയാം. ലോകത്തിൽ സാമ്പത്തികമായി കുതിച്ചു മുന്നോട്ട് പോകുന്ന, ഇന്ന് സാമ്പത്തികമായി ഉയർന്നു എന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളും ഒരു തരം നിശ്ചലാവസ്ഥയിലാണ്. ഇന്നലകളിൽ സമ്പാദിച്ച സമ്പന്നതയുടെ അളവിൻ്റെ വർധനവ് കൊണ്ടാണ് ഇന്ന് അവർ സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. എന്നാൽ കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. ഇപ്പോൾ നമ്മൾ 4-ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. 5-ാം സ്ഥാനം കടന്നു, 4-ാം സ്ഥാനത്തെത്തി. ആയുധശക്തിയിൽ, സൈനിക ബലത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും മാറി മാറിയാണ്. ചിലതിൽ 3-ാം സ്ഥാനത്താണ്, ചിലതിൽ 4-ാം സ്ഥാനത്താണ്. ഈ സൈനിക ശക്തിയെ പണ്ട് കാലത്തൊക്കെ അളക്കുക ടാങ്കിൻ്റെ എണ്ണം, ബോംബുകളുടെ എണ്ണം, കാലാൾപ്പടയുടെ എണ്ണം, യുദ്ധക്കപ്പലുകളുടെ എണ്ണം, എയർക്രാഫ്റ്റുകളുടെ എണ്ണം, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ അളക്കുക. ഒരു 10 കൊല്ലം മുമ്പൊക്കെ. ഇപ്പോൾ മാറി. ഇപ്പോൾ ഉപകരണങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എത്ര പ്രസിഷനോടുകൂടി അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള മാനദണ്ഡമാണ് നോക്കുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു 2-ാം സ്ഥാനത്തേക്ക് ഭാരതം എത്തിക്കഴിഞ്ഞു. അപ്പം ഇതൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ലിഥിയം നിക്ഷേപം പൂർണ്ണമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നതയിലേക്ക് ഉയരും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് സമീപത്ത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പെട്രോളിയം വേണ്ടതുപോലെ നമ്മൾ എടുത്താൽ നമ്മൾ വളരെ മുന്നിലെത്തും. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതൊന്നും അല്ലാത്തൊരു ഉത്തരം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ആരാ പറയുക? ഒരാൾ കൈപൊന്തിച്ചാൽ ആർക്കും മറുപടി ഇല്ല. പറയാം, ഒരാൾ കൈപൊന്തില്ല. ഹൈന്ദവ സംസ്കാരം. സന്തോഷം, ഇരിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തല്ല ചോദിച്ചത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണെങ്കിൽ 100% ശരിയാണ് ഹൈന്ദവ സംസ്കാരം. ഇന്നത്തെ സമ്പത്താണ് ചോദിച്ചത്. ഇന്നത്തെ ആ വാക്ക് വിസ്മരിക്കരുത്. അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരം എന്നുള്ളതിനെ പൂർണ്ണമായി ഞാൻ യോജിക്കില്ല. കാരണം അത് എന്നും ഉള്ളതാണ്. ഇന്നത്തെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. ആരെങ്കിലും ഉണ്ടോ? അത് അവിടെ നമ്മുടെ കൈ പൊന്തിച്ചിട്ടുണ്ട്. ഉണ്ടോ? എന്താ? സ്റ്റുഡൻസ്. ശരി, കുറച്ചും കൂടി നന്നാക്കി പറയാം. ഈ കുട്ടി പറഞ്ഞത് സ്റ്റുഡൻസ് എന്നാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100% ശരിയാണ്. യുവശക്തി, യൂത്ത് പവർ, യുവശക്തി, അതാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇപ്പം നമ്മളെക്കാൾ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചൈന ടെക്നോളജിയിൽ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മുന്നിലാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇതിന് കുശുമ്പ് വിചാരിച്ചിട്ടോ അസൂയ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ടെക്നോളജിയിൽ നമ്മളെക്കാൾ അത്ര മുന്നിലാണ് ചൈന. പക്ഷേ അവർ ടെക്നോളജിക്കലായിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നാളെ കൈകാര്യം ചെയ്യാൻ ആരാ ഉള്ളത്? ഒക്കെ 60 കഴിഞ്ഞവരാ.
30% താഴെയാണ് യുവസമൂഹം. അപ്പം നാളെ ഇപ്പോൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ലോകത്തിൻ്റെ 1/3 പ്രദേശത്തെ അടക്കി ഭരിച്ച രാജ്യം ബ്രിട്ടനാണ്, UK. ലോകത്തിൻ്റെ 1/3 പ്രദേശം അവൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പേര് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും അവരുടെ സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കില്ല. കാരണം ഇവിടെ അസ്തമിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തും അവരുടെ സാമ്രാജ്യമാണ്, അപ്പുറത്തും അവരുടെ സാമ്രാജ്യമാണ്, ലോകം മുഴുവൻ അവരുടെ സാമ്രാജ്യമായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ആഭ്യന്തര കലഹം കൊണ്ട് വീർപ്പുമുട്ടുന്നു, 2 യുവജനസംഖ്യ കുറവാണ്. ഉള്ള യുവജനസംഖ്യ തന്നെ 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കുന്നില്ല. വളരെ ചുരുക്കം പേരേ ഉള്ളൂ 10th മുകളിലേക്ക് പഠിക്കുന്നവർ. അപ്പോഴത്തേക്ക് ഓരോ ജോലിയിൽ പോവും. 12th ആകുമ്പോഴത്തേക്ക് എല്ലാവരും ജോലികളിൽ പോകും. ഡിഗ്രി അതിന് മുകളിൽ പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇല്ല എന്നല്ല പറയണത്, ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരാണ്, പക്ഷെ വളരെ കുറവാണ്. അപ്പോഴത്തേക്ക് ഏതെങ്കിലും ജോലിക്ക് പോകും, പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ, അവിടെ ഇവിടെ ജോലിക്ക് പോകും. അവിടുത്തെ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് കുടിയേറി അവിടുത്തെ പൗരന്മാരായവരും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുമാണ് കൂടുതലുള്ളത്. ഇത് തന്നെയാണ് കാനഡയുടെ സ്ഥിതി, ഇത് തന്നെയാണ് പ്രായേണ അമേരിക്കയുടെ സ്ഥിതി, ഇത് തന്നെയാണ് ഓസ്ട്രേലിയയുടെ സ്ഥിതി. എന്നാൽ ഭാരതത്തിൽ ജനസംഖ്യയുടെ, ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം ഏതാണ്? ഭാരതം. പണ്ട് ചൈനയായിരുന്നു 2ാം സ്ഥാനത്തായിരുന്നു നമ്മൾ, ഇപ്പം നമ്മളാണ് 1ാം സ്ഥാനത്ത്. ഏറ്റവും ജനസംഖ്യ ഭാരതത്തിലാണ്. ഈ ഭാരതത്തിൽ 60% കുട്ടികളും യുവജനങ്ങളുമാണ്. ഇന്നത്തെ യുവജനങ്ങൾ നാളെ യുവത്വത്തിലേക്ക് വരുന്നവർ. ഇതാണ് ഭാരതത്തിൻ്റെ സമ്പത്ത്. അടുത്ത ഒരു 4 ദശകങ്ങളിലേക്ക് ലോകത്തെ നയിക്കാൻ കഴിയുന്ന വീര്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നാളെ നമ്മുടെ രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും മുന്നോട്ട് നയിക്കാനുള്ള കൗശലം, അതാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത്. നാളെയിലേക്ക് ലോകത്തെ നയിക്കുന്ന മഹിമയാണ് ഞാൻ എൻ്റെ മുമ്പ് കാണുന്നത്. അതുകൊണ്ടാണ് സന്തോഷം. നിങ്ങളൊന്നും ഒന്നിനും കൊള്ളാത്തവരല്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നതിൻ്റെ 1000 ഇരട്ടി കഴിവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. എനിക്കറിയാം, ഇന്നത്തെ കുട്ടികളെ പറ്റി എനിക്ക് അത്രയ്ക്ക് വലിയ മതിപ്പാണ്. എന്ത് കഴിവാണ്! എൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോണുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിന് വല്ല സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് തീർക്കണമെങ്കിൽ ഒരു 3 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്തോ 4 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്തോ കൊടുക്കേണ്ടത്. അയാളത് ക്ലിയറായിട്ട് ശരിയാക്കി തരും. എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള കുട്ടീനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവൻ ക്ലിയറായിട്ട് സംശയം പറഞ്ഞു തരും. അവനായാലും കൊള്ളാം, അവളായാലും കൊള്ളാം. അത്രയും ടെക്നിക്കൽ എബിലിറ്റി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമ്മളിൽ വികസിതമാണ്. ഇത് മറ്റൊരിടത്തും കാണാനില്ലാത്തതാണ്. ഇത് ഭാരതത്തിൽ സവിശേഷതയാണ്. ഇത് വെറുതെ പറയാൻ വിചാരിക്കരുത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും പോവുകയും അവിടുത്തെ സമൂഹവുമായി ഇടപഴകുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് ഭാരതത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. അതുകൊണ്ട് നാളെ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവരാണ് എൻ്റെ മുമ്പിലുള്ളവർ. നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി റാങ്ക് നേടി ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥന്മാരായി ഇരിക്കേണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറയുകയുമില്ല. മറിച്ച് വ്യത്യസ്ത മേഖലകളിൽ ലോകത്തെ നയിക്കേണ്ടവരാണ്. വ്യത്യസ്ത മേഖലകളിൽ. അത് ചിലപ്പോൾ പാട്ടായിരിക്കാം, സംഗീതം, ചിലപ്പോൾ നൃത്തമായിരിക്കാം, ചിലപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയായിരിക്കാം, ചിലപ്പോൾ മറ്റ് റിസർച്ച് മേഖലയായിരിക്കാം. അത് ന്യൂക്ലിയർ സയൻസോ സ്പേസ് റിസർച്ചോ അല്ലെങ്കിൽ മൈക്രോബയോളജിയോ ഇന്നതെന്ന് പറയുന്നില്ല. വ്യത്യസ്തങ്ങളായ മേഖലകൾ. ചിലർ വലിയ കച്ചവടക്കാരാവാനുള്ളവരായിരിക്കാം, ബിസിനസ്സിൽ. ചിലർ നല്ല ടീച്ചേഴ്സോ അഡ്വക്കേറ്റ്സോ ആയിരിക്കാം, ചിലർ സാഹിത്യ മേഖലയിലായിരിക്കാം. എല്ലാത്തിനെയും നമ്മൾ ഒരുപോലെ കാണണം. അല്ലാണ്ട് പഠിച്ച് 100 മാർക്ക് വാങ്ങുന്നവരെ മാത്രമല്ല നമ്മൾ മഹത്വമുള്ളവരായി കാണുന്നത്. അവനവൻ്റെ കഴിവിനെ വികസിപ്പിക്കാൻ
നമുക്കെല്ലാം സാധ്യതയുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, ഞാൻ കുറേ ഡാൻസ് കണ്ടിട്ടുണ്ട്. പലരുടെയും ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കഥക്കും അതും ഇതും നമ്മൾ പല നൃത്തങ്ങളും കണ്ടിട്ടുണ്ട്. നൃത്തത്തിൻ്റെ കൂടുതൽ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല, പക്ഷെ ആസ്വദിക്കാൻ അറിയാം. കൂടുതൽ സങ്കീർണമായ അതിൻ്റെ അഗാധ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ആസ്വദിക്കാൻ നല്ലോണം അറിയാം. നൂറുകണക്കിന് വളരെ പ്രഗത്ഭന്മാരായ ലോകപ്രസിദ്ധന്മാരായവരുടെ നൃത്തം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച നൃത്തം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. ഒരു വലിയ സദസ്സാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഭാരതത്തിലെ രാഷ്ട്രീയ മേഖലയിൽ വളരെ അറിയപ്പെടുന്നവരുണ്ട്. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു വേദിയാണ്. ആ വേദിയിൽ അടുത്തതായി പത്മസുബ്രഹ്മണ്യം, പത്മവിഭൂഷൺ പത്മസുബ്രഹ്മണ്യം നൃത്തം ചെയ്യും എന്ന് അനൗൺസ് ചെയ്തു. ഉടനെ നമ്മൾ കാണുന്നത് ഒരു സാധാരണ ഒരു വെള്ള സാരി, ഒരു ബ്ലൗസും ഇട്ട് പത്മസുബ്രഹ്മണ്യം വരികയാണ്. ഇത്രയും വലിയൊരു വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ എന്തൊക്കെയാണ് വിചാരിക്കുക? ചിലങ്ക ഉണ്ടാവും, പിന്നെ ആഭരണ വിശേഷങ്ങളുണ്ടാവും, അലങ്കാരങ്ങളുണ്ടാവും, അങ്ങനത്തെ പട്ടുസാരി ഉണ്ടാവും, ഇല്ലാമുടി വെച്ച് കെട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒന്നുമില്ല. ഒരു സാധാരണ വേഷത്തിൽ സാരി ബ്ലൗസും ഇട്ട് വന്നിട്ട് അവർ ഈ സാരി അങ്ങോട്ട് വലിച്ചു കുത്തി. ഞാൻ അതുപോലെ എനിക്ക് കുത്താൻ കഴിയില്ല, അത് മുണ്ടല്ലേ, ഒന്ന് വലിച്ച് അങ്ങോട്ട് കുത്തിയിട്ട് അവിടെ നൃത്തം ചെയ്തു. അല്ലാതെ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് അത് പ്രവേശിച്ചു. കാരണം അവിടെ നൃത്തം സിദ്ധമാണ്. അവിടെ വേഷമില്ല, ഭൂഷയില്ല, പാട്ടില്ല, മറ്റ് പക്കമേളമില്ല, ഒന്നുമില്ല. പക്ഷെ അവർ ചെയ്ത മുദ്രകളിലൂടെ മാത്രം, ഭാവങ്ങളിലൂടെ മാത്രം അവർ ചെയ്ത ലാസ്യ നൃത്തം കണ്ടവർ മറക്കില്ല, ഉറപ്പാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ മോശം ചെയ്തു എന്നല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശം മനസ്സിലായി വിചാരിക്കുക. ഏതൊരു രൂപമാണോ കലാരൂപമാണോ അതിനെ സ്വാംശീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. സംഗീതമാണെങ്കിൽ ആ സംഗീതത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കണം, മസ്തിഷ്കത്തിലല്ല. ശാസ്ത്രമാണോ, ആ ശാസ്ത്രത്തെ നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മൾ അറിഞ്ഞു വെച്ചാൽ പോരാ, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ഭാഷയാണോ, ആ ഭാഷയെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. വൈദ്യമാണോ, ഏത് മേഖല, ഇനി മറ്റ് കായിക മേഖലകളുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ കരാട്ടയുടെ ആൾക്കാരുണ്ടാവും, കരാട്ടെ പഠിക്കുന്നവരുണ്ടാവും, ഈ കൂട്ടത്തിൽ കളരി പഠിക്കുന്നവരുണ്ടാവും, കുങ്ഫു പഠിക്കുന്നവരുണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഹൃദയത്തിലാവണം. ഈ വക മികവുകളെ നമ്മൾ സ്വാംശീകരിച്ചാൽ, തൻ്റെ അംശമാക്കി തീർത്താൽ ഒരു സംശയമില്ല, ഭാവി ലോകത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഭാരതത്തെ നമുക്കൊക്കെ പ്രതിഷ്ഠിക്കാൻ കഴിയും. തെറ്റിദ്ധാരണ പാടില്ല. 100 മാർക്ക് കിട്ടുന്നവർ മാത്രമാണ് ഗേമന്മാർ, ഗേമികളെന്ന് വിചാരിക്കരുത്. അവനവൻ്റെ മേഖലയിൽ ഉയർന്ന് ആ മികവിനെ സ്വാംശീകരിക്കുന്നവരാണ് നാളെ ലോകത്തെ നയിക്കുക. ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ ക്വാളിറ്റി. ക്വാളിഫിക്കേഷൻ വേണ്ടാന്ന് വിജയാനന്ദ സ്വാമി പറഞ്ഞു എന്നാലും പറഞ്ഞേക്കരുത്. ക്വാളിഫിക്കേഷൻ വേണം, പക്ഷെ ക്വാളിറ്റിയാണ് പ്രധാനം. അത് നിങ്ങൾ ഓരോരുത്തരും വാർത്തെടുക്കണം എന്ന് മാത്രമേ നിങ്ങളോട് അങ്ങോട്ട് പറയാനുള്ളൂ. കൂടുതൽ ഉപദേശങ്ങളൊന്നും തന്ന് നിങ്ങളെ മുഷിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളിന്ന് 12 മണി വരെയാണ് സമയം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചായ കിട്ടുന്നാ തോന്നണത്, ഇല്ലേ? അങ്ങനെയല്ലേ വ്യവസ്ഥ? ഇല്ല, ഒരു വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമുണ്ട്. അത്യാവശ്യം പുറത്ത് പോകേണ്ടവർക്ക് ഒരു സംശയമില്ല, പുറത്ത് പോയിട്ട് വരാം. അതിനൊന്നും ഇങ്ങനെ ഒരു കൃത്രിമത്വം ഒന്നും വേണ്ട. ആർക്കും ഒരു കൃത്രിമത്വം ഒന്നും വേണ്ട. തീർത്തും ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നിച്ചിരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ആഹാരം ഉണ്ടാവും. അതുണ്ട് എന്നാണ് അവിടുന്ന് പറയണത്. അപ്പം അതുകൊണ്ട് ആ സമയം നമ്മൾ സാർത്ഥകമായി ഉപയോഗിക്കുക. ഒരാളുടെ പ്രസംഗം കുറേ നേരം കേട്ടിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല, നമ്മുടെയൊക്കെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ
ഈ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളുടെ അതിപ്രസരത്തോടു കൂടി നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിരിക്കുക. പണ്ടൊക്കെ നമ്മൾ ഒരു 2 മണിക്കൂറൊക്കെ പ്രസംഗം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയും. 2 മണിക്കൂറൊക്കെ കുറഞ്ഞ് വന്ന് ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ച് അപ്പുറത്തേക്ക് മനസ്സ് പോവും, ഇപ്പുറത്തേക്ക് മനസ്സ് പോവും. അങ്ങനെയാണ് പൊതുവെ ഇന്നത്തെ ഒരു ലോക സ്വഭാവം. അതുകൊണ്ട് അധികം ദീർഘമായി പ്രസംഗിക്കുന്നില്ല. മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഒന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നാളെ ലോകത്തെ നയിക്കാനുള്ള അങ്ങേയറ്റം മികവുറ്റ വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. അതിൻ്റെ ഒറ്റ വാക്യം നേരത്തെ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം. തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും. നമ്മളെ ഉയർത്താൻ വേറെ ആരും വരില്ല. നമ്മളെ ജീവിതത്തിൽ ഉയർത്താൻ വേണ്ടി ലോകത്തിൽ വേറെ ആരും വരില്ല. അവൻ്റെ സഹായം ഉണ്ടാവും, അവളുടെ സഹായം ഉണ്ടാവും പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് ഉയരാൻ കഴിയില്ല. ലോകം നമ്മളെ താഴ്ത്താനാ നോക്കുക. പിന്നെ ആരാ ഉയരുന്നത്? സ്വയം പരിശ്രമശാലികളായി നമ്മുടെ എല്ലാ കഴിവുകളെയും വികസിപ്പിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ വേണ്ടതുപോലെ പാകപ്പെടുത്തി മഹത്വത്തിലേക്ക് നമുക്ക് ഉയരാം. അതാണ് വേണ്ടത്. എവിടെ ചെന്നാലും തൻ്റെ ഇടം വിടരുത്, അറിയാണ്ട് തല താഴ്ത്തരുത്. ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഭാഷ, ഏറ്റവും പൂജിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. നിങ്ങളോട് എൻ്റെ അഭിപ്രായം പറയുക. എൻ്റെ ഉള്ളു മലയാളം എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇംഗ്ലീഷ് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഹിന്ദി വലിയ ഇഷ്ടമാണ്, ഗുജറാത്തി ഇഷ്ടമാണ്, ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ പൂജിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. പക്ഷേ സംസ്കൃതത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്കുണ്ട്, ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്ക്, അബല. സ്ത്രീയുടെ പര്യായ അബല. എനിക്കിഷ്ടമല്ല. നമ്മൾ ആരും അബലകളാവരുത്. അബല എന്ന് പറഞ്ഞാൽ ബലമില്ലാത്തവൾ എന്നർത്ഥം, അഥവാ ബലമല്ലാത്തവൾ എന്ന് പറയാം. ഒരിക്കലും പാടില്ല. നമ്മളെല്ലാം സുബലകളായിരിക്കണം. സുബലകൾ, അങ്ങേയറ്റം ബലമുള്ളവർ, ഒന്നിലും തളരാത്തവർ, ഒന്നിനു മുമ്പിലും പതറാത്തവർ. എന്താണെന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അല്ലാതെ നമ്മുടെ തലയും താഴ്ത്തി അങ്ങനെ കേട്ടിട്ടില്ലേ? വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല കുട്ടിയാ, അങ്ങനെ കേട്ടില്ലേ? ഇല്ല, കേട്ടില്ല. ഈ വായി കൈയിട്ടാ കടിക്കാത്തത് നല്ല ആളാ അല്ല ഒന്നിനും കൊള്ളാത്ത ആളോ? സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എൻ്റെ വയലൊന്ന് കൈയിട്ട് നോക്കും, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാന്ന്. അപ്പം കടിക്കും. എൻ്റെ സ്വാമി കടിക്കാൻ പാടുണ്ടോ? സ്വാമി ഒരു സന്യാസിയല്ലേ? എടാ, സന്യാസിയായി നിന്നെ ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുന്ന എൻ്റെ വായിൽ നീ വന്ന് കൈയിട്ട് എന്തിനാ? കൈയിട്ടാ ഞാൻ കഴിയും, തുല്യ ദൂരാണ്. അല്ലെങ്കിൽ വലത്തെ കരണ തടി കിട്ടിയാൽ ഇടത്തും കാണിച്ചു കൊടുക്കണം, കിട്ടും ഇടത്തും. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ ഇടം ബലം കാണിച്ച് കണ്ടവനോട് തല്ലുകൊള്ളാനുള്ളവരാണോ നമ്മൾ? അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തൻ്റെ ഇടമുള്ളവരായിരിക്കണം, ഒരിക്കലും കുനിയാത്ത. അത് അബല ആവരുത്. ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ പൂജിക്കുകയാണല്ലോ നമ്മൾ. ഇവിടെ വന്നപ്പോൾ ആദ്യം കാണുന്നത് ബൊമ്മക്കൊലുവാണ്. നവരാത്രിയുടെ ഈ ഒരു സന്ദർഭത്തിലാണ് ബൊമ്മക്കൊലു വയ്ക്കുന്നത്. ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ പൂജിക്കുകയാണ് നമ്മൾ. ദേവിയുടെ ഏതൊക്കെ ഭാവങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഭാവങ്ങളുണ്ട് ദേവിക്ക്, ആയിരക്കണക്കിന് ഭാവങ്ങൾ. എല്ലാം ശ്രേഷ്ഠ. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാവമുണ്ട്, നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയുടെ ഭാവം സരസ്വതീനെ എനിക്കിഷ്ടമാണ്, ലക്ഷ്മീനെ കൂടുതൽ ഇഷ്ടമാട്ടോ, ഇഷ്ടമാണ്. മഹാദേവീനെ ഇഷ്ടമാണ്, ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഈ പറയുന്ന ദേവിയെയാണ് ഞാൻ പ്രേമിക്കുന്നത്. ഏതാന്നല്ലേ? സർവ ആയുധങ്ങളും പിടിച്ചു. ശ്രദ്ധിക്കണം, ചിത്രം ശ്രദ്ധിക്കണം. യുദ്ധരംഗമാണ്. സർവ ആയുധങ്ങളും ഏന്തി പ്രബലനായ അസുരൻ മറുഭാഗത്ത്. അവൻ ദേവിയെ കൊല്ലാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാ ആയുധങ്ങളും ഉണ്ട് അവനെടുത്ത്. അവനെ തൂക്കിയിട്ട വാളുണ്ടാവും, കയ്യിൽ ശൂലുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ശക്തിശാലിയാണ്. അവനങ്ങനെ ദേവീനെ കൊല്ലാൻ വേണ്ടിയിട്ട് അലറി നിൽക്കുക. അപ്പൊ ദേവി ഇപ്പുറത്ത് ചിരിച്ചുകൊണ്ട്, ഒരായുധവും കയ്യിലില്ല, ഒരായുധം പോലുമില്ല. ദേവിക്ക് ആയിരക്കണക്കിന് ആയുധങ്ങളുണ്ട്. പക്ഷെ ഈ ഞാൻ പ്രേമിക്കുന്ന ദേവിക്ക് ഒരായുധവും ഇല്ല. കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്,
ആ ഗ്ലാസ്സിൽ എന്തോ ഒരു പാനീയമുണ്ട്. അതെന്താണെന്ന് നിങ്ങളിപ്പോൾ അധികം ചിന്തിക്കേണ്ട. ഒരു പാനീയം. എന്നിട്ട് ദേവി പറയുക, എടോ തിരക്ക് കൂട്ടല്ലടോ, നീ അവിടെ നിൽക്ക്, ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ. ഓ, എന്താ ധൈര്യം നനച്ചോ കുഞ്ഞി, മനസ്സിലായില്ല? ആയുധമെടുത്തവനോട് ആയുധമെടുത്ത് പൊരുതുന്നവനല്ല. പൊരുതണം, അത് വേണം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ദേവി ആയുധം എടുക്കുന്നുണ്ട്, എന്നിട്ട് ഉഗ്ര യുദ്ധം നടത്തുന്നുണ്ട്, അസുരനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ഈ സമയമുണ്ടല്ലോ, സർവായുധങ്ങളും പിടിച്ച് പ്രതിയോഗി നിൽക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ഞാനിതൊന്ന് കുടിച്ച് തീരട്ടെ, എന്നിട്ടാവാം യുദ്ധം എന്ന് പറയുന്ന ആ തൻ്റെ ഉണ്ടല്ലോ, അതാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടേ. പറഞ്ഞാൽ മനസ്സിലായില്ല? ഇല്ല. ആ ദേവിനെ ഒന്ന് മനസ്സിൽ വെച്ച് നോക്കൂ. എന്താ കഥ? അവിടെ അബലയ്ക്ക് വല്ല സ്ഥാനമുണ്ടോ? ഇതുപോലെ ഓരോ മേഖലയിലും മികച്ച് നമുക്ക് മുന്നോട്ട് പോകാമെങ്കിൽ ശരിയായ കാഴ്ചപ്പാട് വേണം. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ വിപരീതമായ ഒരുപാട് വികല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ മലയാളികളാണെങ്കിലും ഇപ്പം മലയാളമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല. അപ്പം വികല വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പം പലതരം നെറേറ്റീവ്സ്, തെറ്റായ നെറേറ്റീവ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അതിനാൽ നമ്മൾ സ്വാധീനിക്കപ്പെടും, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയായ അറിവ്, കാഴ്ചപ്പാട് നമ്മൾ വളർത്തണം. അതിന് നിങ്ങൾ ദിവസവും കുറച്ച് ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കണം. എന്നാൽ തന്നെ അറിയൂ, അല്ലെങ്കിൽ അറിയില്ല. നിങ്ങൾ 24 മണിക്കൂറും ധർമ്മശാസ്ത്രം പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഒരു 12 മിനിറ്റ് എനിക്ക് തരുമോ? 24 മണിക്കൂറില്ലേ? ഒരു ദിവസം 24 മണിക്കൂറിൽ 12 മിനിറ്റ് സമയം നിങ്ങൾക്കില്ലേ? എന്താ അഭിപ്രായം? ഉണ്ടോ? ഇല്ല? ഉണ്ട്? ഇല്ല? ഒരഭിപ്രായവും ഇല്ല. ഉണ്ട് എന്ന് പറഞ്ഞ് തലകുലിക്കണവരുണ്ട്. ഞാൻ ഈ ലോകത്തൊന്നും അല്ലേ, ഞാൻ മാവിലായിക്കാരനാ എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി ചോദിക്കുക, 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 12 മിനിറ്റ് നമുക്ക് ഇല്ലേ? നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ട്, വേറെ ആർക്കല്ല. എന്നാൽ ഒരു 12 മിനിറ്റ് ദിവസവും എന്തെങ്കിലും ഒരു ശാസ്ത്രം പാരായണം ചെയ്യാം. നിങ്ങൾ എല്ലാവരും പോയി ഉപനിഷത്ത് പഠിക്കണമെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും നാളെ തൊട്ട് അദ്വൈത സിദ്ധി അല്ലെങ്കിൽ സിദ്ധാന്ത ബിന്ദു പഠിക്കണം, അല്ലെങ്കിൽ ഖണ്ഡന ഖണ്ഡകാദ്യം പഠിക്കണം, അല്ലെങ്കിൽ മാണ്ഡൂക്യോപനിഷത്തിൻ്റെ കാരിക പഠിക്കണമെന്നൊന്നും പറയാൻ പോകുന്നില്ല. ലളിതമായി നമ്മിലേക്ക് പ്രവേശിക്കുന്ന ഏതെങ്കിലും ഒരു സദ്ഗ്രന്ഥം ദിവസവും വായിക്കുക. ഉദാഹരണത്തിന് വിവേകാനന്ദ സ്വാമികളുടെ കൃതികൾ. ആ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ യുവമനസ്സിലേക്ക്, ആവർത്തിക്കട്ടെ, യുവമനസ്സിലേക്ക് ഒരു വൈദ്യുത പ്രസരണം പോലെ അനിഷേധ്യമായി പ്രവേശിക്കാൻ കഴിവുള്ളതാണ് വിവേകാനന്ദ സ്വാമികളുടെ ഓരോ വാക്കും. അതുകൊണ്ട് ദിവസം ഒരു 12 മിനിറ്റ് നിങ്ങൾക്ക് വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കാമോ? അത് ഇംഗ്ലീഷിൽ തന്നെ വായിക്കണം, മലയാളം പോരാ. എൻ്റെ ഒറിജിനൽ സ്വാമിയുടെ ഭാഷയുടെ ആ ഒരു എന്താ പറയുക, ഇലക്ട്രിഫൈ എന്ന് പറയില്ലേ, അങ്ങോട്ടങ്ങോട്ട് വൈദ്യുതീകരിക്കുന്ന പ്രഭാവം അത് തർജ്ജമയ്ക്കില്ല. അപ്പം ഇംഗ്ലീഷിൽ തന്നെ ദിവസവും ഞാനൊരു 12 മിനിറ്റ് വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കുന്നു നിങ്ങൾ പ്രതിജ്ഞ ചെയ്താൽ മതി. വേറൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അപ്പം ശരിയായ കാഴ്ചപ്പാട് വരും. അപ്പം ഈ തെറ്റായ വികലമായ ഈ നെറേറ്റീവ്സ് നമ്മളെ ബാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു 6 വർഷം മുമ്പ് നമ്മളൊരു പരിപാടിയിൽ പോയതാണ്. ആ പരിപാടിയുടെ വിശേഷം അത് യുവജനങ്ങൾക്കുള്ള പരിപാടിയാണ്. യുവജനങ്ങൾ മാത്രം, വേറെ ആരുമില്ല. ഒരു ഹാള്, സാമാന്യം ഒരു 10-100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാള്. അതിൽ ചിദാനന്ദപുരി സ്വാമി യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അമേരിക്കയിലാണ്. അപ്പോൾ സ്വാഗതം ചെയ്തു. ഒരു 18-നും 19-നും ഇടയ്ക്ക് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് സ്വാഗതം ചെയ്തത്. വളരെ നന്നായിട്ട് അവർ സ്വാഗതമൊക്കെ ചെയ്തു. സ്വാഗതം കഴിഞ്ഞ് സ്വാമിക്ക് മൈക്ക് കൈമാറി. അപ്പോൾ സ്വാമി മുമ്പിലേക്ക് നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഈ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ ഒരു 10-20 കുട്ടികളുണ്ട്, യുവതി യുവാക്കന്മാരുണ്ട്, യുവജനങ്ങളുണ്ട്. പക്ഷെ ഒരാൾ പോലും ഇങ്ങോട്ട് നോക്കണില്ലാന്നേ.
ചിലർ അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, ചിലർ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, ചിലർ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വിരലോട്ട് എന്തൊക്കെയോ ആക്കണുണ്ട്. എന്തൊക്കെയാണെന്ന് ആര് കണ്ടു? ആരോടെ പറയുക? വലിയ വിഷമാണതേ. നിങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, അപ്പോൾ പറയാനൊരു സുഖം. നേരെ പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ ബാക്കൗണ്ട് നോക്കിയിരിക്കുക, ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്താ പറയാൻ പറ്റും? ഒന്നും വായിൽ വരില്ല. അപ്പം ഞാൻ നോക്കി അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അമേരിക്കയിലെ യുവജനങ്ങളാണ്. പല മേഖലകളിലും നിങ്ങൾക്ക് എന്നേക്കാൾ എത്രയോ വിവരമുണ്ട്. അപ്പം തന്നെ കുറച്ച് പേരൊക്കെ ഒന്ന് തരക്കേടില്ലല്ലോ. പല മേഖലകളിലും നിങ്ങളെക്കാൾ അറിവ് എനിക്കും ഉണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇപ്പോൾ ഇവിടുത്തെ ഒരു മോള് സുഖായിട്ടിനെ പരിചയപ്പെടുത്തി. അതൊക്കെ വലിയ കേമത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതല്ലാത്ത കുറേ എനിക്കുണ്ട്. ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി. എല്ലാം ഒന്നും ഇപ്പോൾ അവരോട് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഉപദേശിക്കുന്നു, നിങ്ങൾ പേടിക്കണ്ട. അത് നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് എഴുന്നേറ്റു. ഒരു 20 വയസ്സ് കാണും. എന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കി എല്ലാവരെയും ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള മട്ടിൽ ഒരു ചോദ്യം. You are boasting about Hinduism. What's your idea or what's your concept about transgenders? അതാണ് ചോദ്യം. ഞാൻ മറുപടി പറഞ്ഞു, I am not at all boasting. I didn't boast here. ഞാനൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിഷയം പറഞ്ഞു, ഞാൻ എന്നെപ്പറ്റി പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതിന് ഒരു പോസ്റ്റിങ്ങും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാത്തതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ലേ? എനിക്കൊരു അഭിപ്രായവും ഇല്ല. പക്ഷേ ലോകത്തിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സിസ്റ്റം, ഭാഷ മലയാളമാക്കിയിട്ടാണ് ഇവിടെ പറയണത്, അവിടെ ഇംഗ്ലീഷായിരുന്നു, ഇവിടെ മലയാളമാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു സമൂഹ വ്യവസ്ഥ, ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇക്കണോമിക് സിസ്റ്റം, ഒരു സാമ്പത്തിക വ്യവസ്ഥ, ലോകത്തിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് സിസ്റ്റം, ഒരു മതവ്യവസ്ഥ, ലോകത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ വ്യവസ്ഥ, മതിയല്ലോ. അർദ്ധനാരീശ്വരനെ പൂജിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ലോകത്തിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് സിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം, അർദ്ധനാരീശ്വരനെ പൂജിക്കണത് കാണിച്ചു തരാൻ പറ്റുമോ? ഈ പറഞ്ഞുകൊണ്ട് അർദ്ധനാരീശ്വരൻ ട്രാൻസ്ജെൻഡറാണ് ശിവാനന്ദ സ്വാമി പറഞ്ഞുകൊണ്ട് നാളെ ആരും പറഞ്ഞേക്കരുതേ. ആ ചോദ്യത്തിന് അങ്ങനെയാ മറുപടി പറയുക. അടിക്ക് അടി തന്നെയാണ്, ഒരാൾക്കും മറുപടിയില്ല. എന്നാൽ ഹിന്ദുധർമ്മം മാത്രമേ അർദ്ധനാരീശ്വരനെ പൂജിക്കുന്നുള്ളൂ. പകുതിയാണ്, പകുതി പെണ്ണ്. ശിവ ശിവ ഒന്നിച്ച് നമ്മൾ നമസ്കരിക്കും. ഓം നമ ശിവായ, ഓം നമ ശിവായൈ. അതാണ് അർദ്ധനാരീശ്വരൻ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളെന്ന് പറയും. ഇല്ല, ഹിന്ദു മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. അപ്പം എന്താ അവർ കേട്ടിരിക്കണം? എന്താ വെച്ചാൽ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങേയറ്റം മോശമായിട്ടാണ് മാനിക്കുന്നത്, അവർക്ക് ഫ്രീഡം ഇല്ല, അവർക്ക് ഈക്വാലിറ്റി ഇല്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഈ മാധ്യമങ്ങളിലൂടെ. ഇനി ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറഞ്ഞുതരാം. ട്രാൻസ്ജെൻഡേഴ്സിനെ അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ദിവ്യഭാവത്തിൽ കാണുന്ന ഒരേ ഒരു രാഷ്ട്രം ഭാരതമാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ദിവ്യഭാവത്തിൽ കാണുന്ന ഒരേ ഒരു രാഷ്ട്രം ഭാരതമാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരൂ, ദില്ലിയിലേക്ക് വരൂ, മുംബൈയിലേക്ക് വരൂ, അല്ലെങ്കിൽ മധ്യ ഉത്തര ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് വരൂ. അവിടെ ഏത് വീട്ടിൽ ഒരു പുണ്യകർമ്മം നടക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രസവം നടന്നാൽ, ഒരു വിവാഹം ഉണ്ടെങ്കിൽ, എന്തിനും ആദ്യം ട്രാൻസ്ജെൻഡേഴ്സിനെ ക്ഷണിച്ച് അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ നമസ്കരിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ചടങ്ങ് ഇന്നും ഉണ്ട്. ബോംബെയിലും ഡൽഹിയിലൊക്കെ താമസിച്ചിട്ടുള്ളവരോ മറ്റോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അന്വേഷിക്കുക, സ്വയം അറിയുന്നവർ ഓർമ്മിക്കുക. ഇന്നും ഉണ്ട്. അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക.
കൊച്ചു മക്കളെ ഇവരൊന്നും എടുത്ത് താലോലിച്ച് അനുഗ്രഹിച്ചു കൊടുത്താൽ വലിയ അനുഗ്രഹമായി എന്നാ വിശ്വാസം. ഇത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഉടനെ രണ്ടാമതൊരു കുട്ടി എഴുന്നേറ്റു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, വാട്ട് അബൌട്ട് വിമൻ? സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? എടാ, ഞാൻ പറഞ്ഞു, എനിക്ക് രാമസീതമാരെ അറിയില്ല. രാമനെയും സീതയെയും ഞാൻ കേട്ടിട്ടില്ല എവിടെയും. സീതാരാമന്മാരെ അറിയുള്ളൂ. എനിക്ക് പരമേശ്വരനെയും പാർവതീനെയും അറിയില്ല. എനിക്ക് പാർവതി പരമേശ്വരനെ അറിയുള്ളൂ. എനിക്ക് മഹേശ്വരനെ ഉമയെ അറിയില്ല. ഉമാമഹേശ്വരനെ അറിയുള്ളൂ. എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസിനെ അറിയില്ല. മിസ്സിസ് ആൻഡ് മിസ്റ്ററെ അറിയുള്ളൂ. ഇത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഈ കുട്ടികൾ ഇങ്ങനെ ഈ സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ വിരലുകൊണ്ട് എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഈ സാധനങ്ങൾ ഒന്നും കേൾക്കണില്ലല്ലോ എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ സംഭവം അതല്ല. അവരുടെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുക. ഈ സമയമാകുമ്പോഴത്തേക്ക് ഹാള് നിറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത് ഈ ചുമരിങ്ങനെ നീങ്ങിപ്പോവുക. ചുമര് രണ്ടും നീങ്ങിപ്പോയിട്ട് അത് വലിയ ഹാളായി. ഒരു 200 പേർക്ക് ഇരിക്കാവുന്ന ഹാളായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചുമര് നീങ്ങി ഒരു 300-400 പേർക്ക് ഇരിക്കാവുന്ന ഹാളായി മാറി. ഞങ്ങളൊരു 10-15 മിനിറ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയത് 3.5 മണിക്കൂർ നേരം സഭ ഉണ്ടായി. ആർക്കും വെള്ളവും വേണ്ട, ചായയും വേണ്ട, ഭക്ഷണവും വേണ്ട. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ചിദാനന്ദപുരി സ്വാമിയുടെ കഴിവല്ല. ചിദാനന്ദപുരി സ്വാമിക്ക് ഒരു വിശേഷവും ഇല്ല. മറിച്ച് ഭാരതീയ ജ്ഞാനത്തെ വികലമായി ഈ റോങ് നറേറ്റീവ്സ് നമ്മൾ പറയില്ലേ, അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ യുക്തിഭദ്രമായി യാഥാർത്ഥ്യം ബോധിപ്പിക്കപ്പെടുമ്പോൾ ഏത് കുട്ടികളും നമ്മളെ കൂടെ വരും. അതാ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ശാസ്ത്രങ്ങളെ നിങ്ങൾ പഠിക്കണം. വിവേകാനന്ദ സ്വാമിയുടെ കംപ്ലീറ്റ് വർക്ക്സ് തുടങ്ങിക്കോളൂ. പിന്നെ വേറെ പലതിലേക്കും നമുക്ക് എത്താം, പലതിലേക്കും എത്താം. ഒരു തുടക്കമായിട്ട് 12 മിനിറ്റ്. ആ ശരി സ്വാമി, 20 മിനിറ്റ് ആയിക്കൂടെ? വളരെ സന്തോഷം. ഒരു ലഡു കൊടുത്തു, ഒന്നും കൂടി ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ആവാം. ഇല്ലേ, മധുരമുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിൽ പ്രമേഹമൊന്നുമില്ല. അപ്പം ആവാം. എന്നാൽ ഒന്നും കൂടി ആവാം സ്വാമി, ഒന്നും കൂടി ആവാം. അതുപോലെ നിങ്ങൾക്ക് സമയം കൂട്ടുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ചുരുങ്ങിയത് 12 മിനിറ്റെങ്കിലും ദിവസവും പാരായണം ചെയ്യും. ഇങ്ങനെ ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ ഒരു ബോധ്യമുള്ളിലുണ്ടെങ്കിൽ ഒന്നിൻ്റെ മുമ്പിലും നമ്മൾ തലകുനിക്കില്ല. ആർക്കും നമ്മളെ വഞ്ചിക്കാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, ആർക്കും നമ്മളെ വഞ്ചിക്കാൻ കഴിയില്ല. ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് തൻ്റെ ഇടത്തോടു കൂടി ജീവിച്ച് നമ്മുടെ വിഭവങ്ങളെ ഉയർത്തി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തെ ഉയർത്താമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഒരു കഷ്ണം കടലാസിൽ എഴുതി തന്നാൽ വളരെ സന്തോഷം. അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയൂ. ഒന്നും ഇല്ലാതാവരുതേ, ചോദ്യം ചോദിക്കണേ.